അടുത്തതായി ഏകലവ്യൻ ബോധി. വേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മാന്യ സുഹൃത്തുക്കൾ, സദസ്സിലിരിക്കുന്ന പ്രിയമുള്ളവരെ, വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശ്രീ പ്രേംബാബുവും ശ്രീ ഹരികരനും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എൻ്റെ ഒരു വീക്ഷണമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഡിസംബർ 6 എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിനെ കീറി മുറിക്കുന്ന ഒരനുഭവമുള്ള ദിവസമാണ് ഡിസംബർ 6. അന്ന് ഒരു വലിയ 2 ദുരന്തങ്ങളുടെ ഓർമ്മ എനിക്കുണ്ട്. ഒന്ന്, ഇന്ത്യയെ ജനാധിപത്യവൽക്കരിച്ച, ഇന്ത്യയിലെ മനുഷ്യരെ സഹോദരീ സഹോദരന്മാരാണെന്ന് പ്രഖ്യാപിച്ച, ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശമുണ്ടെന്ന് പറഞ്ഞ, ഇന്ത്യയുടെ ലോകത്തിൻ്റെ കണ്ടംപററി വേൾഡിലെ ഡെമോക്രസിയുടെ അപ്പോസ്തലനായ ആധുനിക ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ പിതാവായ ഡോക്ടർ BR അംബേദ്കർ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഡിസംബർ 6 അതേ ദിവസമാണ് ഈ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ അവരുടെ ആരാധനാലയമായിരുന്ന ബാർബറി മസ്ജിദ് ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ തല്ലി തകർത്ത് കളഞ്ഞൊരു ദിവസമാണ്. അതിൻ്റെ പിന്നിൽ വലിയൊരു തന്ത്രമുണ്ടായിരുന്നു. ഹിന്ദുത്വ ഫാസിസം, ഇന്ത്യയിൽ ഹിന്ദുത്വത്തെ ഇറ്റ് ഇസ് എ പൊളിറ്റിക്കൽ ടൂൾ ഓഫ് ബ്രാഹ്മണിസം ആൻഡ് സനാതന ധർമ്മികൾ എന്ന് വേണമെങ്കിൽ പറ. അതിൻ്റെ ധർമ്മം ഇന്ത്യയിൽ അവയെ എതിർത്തത് വേദ ഉപനിഷത്തുകൾ ചുട്ടുകളയണം, ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്ന് പറഞ്ഞ ഡോക്ടർ BR അംബേദ്കറുടെ ജനാധിപത്യ ഭാവനകളെ തകർക്കാൻ ബാർബറി മസ്ജിദിൻ്റെ തകർച്ചയിലൂടെ അതൊരു വലിയ പൊട്ടിത്തെറിക്കലായി, സങ്കടമായി, ഒരു ജനതയുടെ സങ്കടമായി നിൽക്കുമല്ലോ. ഒരേ സമയത്ത് ബാർബറി മസ്ജിദ് തകർക്കുക, അതോടൊപ്പം തന്നെ ഈ ജനതയ്ക്ക് ഈ രാജ്യത്തെ പൗരന്മാരായി നിർണയിക്കപ്പെട്ടിട്ടുള്ള അവകാശം നിർണയിച്ച ഡോക്ടർ BR അംബേദ്കറുടെ ഓർമ്മകളെ, ജനാധിപത്യത്തെ തകർക്കുക എന്ന ഒരു ലക്ഷ്യമായിരുന്നു അതിൻ്റെ പിന്നിലുള്ളത്. അങ്ങനെ ഒരു അംബേദ്കർ മാത്രമല്ല, ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്ന കാലത്ത് നിങ്ങൾ ഓർക്കണം, 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുമ്പോൾ അന്ന് പോയി കണ്ടത് അംബേദ്കർ ആയിരുന്നു. 1930 വട്ടമേശ സമ്മേളനത്തിന് ഗാന്ധി പോയില്ല. 1931 ഗാന്ധി പോകുന്നു. കാരണം അംബേദ്കറും ജിന്നയും ഒക്കെ വരാൻ പോകുന്ന ജനാധിപത്യ ഇന്ത്യയിൽ, വരാൻ പോകുന്ന സ്വതന്ത്ര ഇന്ത്യയിൽ തങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നു. പക്ഷെ ഗാന്ധി, അംബേദ്കർ ഉന്നയിച്ചത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് കോളനി തിരിഞ്ഞു പോകുമ്പോൾ, ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ആരുടെ കയ്യിലാണ് ഭരണം പോകുക? ജാതി വ്യവസ്ഥയിൽ അടിമപ്പെട്ടു പോയ മനുഷ്യരെ തുല്യരായി കാണാൻ നിങ്ങൾക്ക് എന്തു നിയമമാണ് ഇന്ത്യയിൽ ഉണ്ടാക്കേണ്ടത്? അത് പ്രഖ്യാപിച്ചിട്ട് പോയാൽ മതി. ഞങ്ങളുടെ ജനത കൂടി അധ്വാനിച്ചുണ്ടാക്കി സ്വത്തടിച്ചു കൊണ്ടുപോയ കൊളോണിയലിസ്റ്റുകൾ നിങ്ങൾ ഇന്ത്യ വിട്ടു പോകുമ്പോൾ, ഇന്ത്യ സവർണ ഹിന്ദുത്വത്തിൻ്റെ കയ്യിൽ അധികാരം കൊടുത്താൽ വീണ്ടും ഞങ്ങൾ ജാതിപരമായി പുറന്തള്ളപ്പെടും. ഒരു ആധുനിക ഇന്ത്യയാണ് നിങ്ങളുടെ സങ്കല്പമെങ്കിൽ, ഇന്ത്യൻ ഭരണഘടന ഉണ്ടാകുമ്പോൾ അതിൽ തുല്യ അവകാശം, ഓൾ മെൻ വുമൻ ചിൽഡ്രൻ ആസ് അതേഴ്സ് ആർ ഈക്വൽ ബിഫോർ ദ ലോ എന്ന് പറയുന്ന വാദം ഡോക്ടർ BR അംബേദ്കർ ഉന്നയിക്കുന്നു. ഗാന്ധി അടുത്ത ദിവസത്തെ ചർച്ചയിൽ അത് അംബേദ്കർക്കെതിരെ പറയണം. തലേദിവസം രാത്രിയിൽ ജിന്നയുടെ മുറിയിലേക്ക് ഗാന്ധി ചെല്ലുന്നു. മിസ്റ്റർ ജിന്ന, നിങ്ങൾ മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ട 13 ഡിമാൻഡുകൾ വട്ടമേശ സമ്മേളനത്തിലുണ്ട്. ഞാനത് നിങ്ങൾക്ക് യാതൊരു എതിർപ്പും കൂടാതെ സമ്മതിക്കാം. പക്ഷേ നിങ്ങൾ അംബേദ്കർക്കെതിരെ ഞങ്ങളോടൊപ്പം നിൽക്കണം. ഇപ്പം ജിന്ന പറഞ്ഞത്, അതെ മിസ്റ്റർ ഗാന്ധി, കാര്യമൊക്കെ ശരി. നമ്മുടെ ഒരു സിനിമയെ പറഞ്ഞ പോലെ കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ മനുഷ്യാവകാശങ്ങൾക്കും മനുഷ്യരുടെ ജീവിതാവകാശങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടം നടക്കുന്നിടത്ത് മുസ്ലിങ്ങൾക്ക്, ഇപ്പോൾ പാകിസ്ഥാൻ ഉൾപ്പെടെ വേണേൽ നിങ്ങൾക്ക് തരാം, എന്ത് വേണേലും തരാം, നിങ്ങൾ പൊക്കോ എന്നൊക്കെയാണ് ഗാന്ധിയുടെ ഉള്ളിലിരിപ്പ്. ഇപ്പം ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ലെങ്കിലും നൂറ്റാണ്ടുകളായി അടിമകളാക്കപ്പെട്ട ഒരു ജനതയെ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ
അത് നടപ്പാക്കാൻ ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞ ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. രണ്ട് സമൂഹങ്ങൾ ഒരുമിച്ച് നിന്ന് ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരെ പൊരുതിയ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇനിയും ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ 90% ഇന്ത്യയിലെ ദലിതർ കൺവേർട്ട് ചെയ്തവർ തന്നെയാണ്. വടക്കേ ഇന്ത്യയിൽ കൊന്നൊടുക്കുന്ന ദലിതർ മുഴുവൻ മുസ്ലിങ്ങൾ മുഴുവൻ ദലിതരാണ്. ആസാദ്, രാവണൻ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ ഡൽഹിയിൽ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. മുസ്ലിം ജനതയോടൊപ്പമാണ്. നാട്ടിൽ എൻ്റെ സഹോദരങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചവരാണ്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അതോടൊപ്പം തന്നെ ആ അംബേദ്കറെ അപമാനിച്ചുകൊണ്ടാണ് ഈ മുനമ്പം വിഷയത്തിൽ കുറേ സംഘപരിവാറുകാർ കാസകൾ അംബേദ്കറെ കോട്ട് ചെയ്തിരുന്നു. പക്ഷേ നിങ്ങൾ ഓർക്കണം, 1946 ഡിസംബർ 16 കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ 2ാം സമ്മേളനത്തിൽ ഡോക്ടർ ജയ്ക്കീർ എന്ന് പറയുന്ന മെമ്പർ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു. നല്ല ഭരണഘടന സംവിധാനമാണ് നിങ്ങൾ വിഭാവന ചെയ്യുന്നത്. പക്ഷേ ഈ ഭരണഘടന വിഭാവനം ചെയ്യുമ്പോൾ, നിങ്ങൾ ചർച്ച ഇന്ന് തുടങ്ങുമ്പോൾ, ഇവിടെ ഇന്ന് മുസ്ലിം പ്രതിനിധികളില്ല, സ്റ്റേറ്റിൻ്റെ പ്രതിനിധികളില്ല. അവരില്ലാതെ ചർച്ച ചെയ്യരുത് എന്നാണ് എൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. അവിടെ ഹിന്ദുക്കൾ, സവർണവാദികൾ, യാഥാസ്ഥിതികർ വഴക്കുണ്ടാക്കുന്നു. സഭ നിയന്ത്രിക്കാനാവാതെ വരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നോക്കുമ്പോൾ ഡോക്ടർ BR അംബേദ്കർ അവിടെ ഇരിക്കുന്നു. അംബേദ്കർ അവിടെ ഇരുന്ന പാർലമെൻറ്റിലെ മുഴുവൻ പേരുടെയും ശത്രുവായിട്ടിരിക്കുന്ന സന്ദർഭമാണ് എന്ന് ഓർമ്മ വേണം. അടുത്ത ദിവസം 22ാമനായിട്ട് പ്രസംഗിക്കേണ്ട അംബേദ്കറോട് പറയുന്നു, നിങ്ങൾ സംസാരിക്കൂ മിസ്റ്റർ അംബേദ്കർ എന്ന്. അംബേദ്കർ ആമുഖത്തിൽ ഭരണഘടനയുടെ ആമുഖത്തെപ്പറ്റി, നെഹ്റു അവതരിപ്പിച്ച വിഷയത്തെപ്പറ്റി പറഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞത്, ഞാൻ മിസ്റ്റർ ജയ്ക്കീർ പറഞ്ഞതിനോടൊപ്പമാണ് നിൽക്കുന്നത്. ഇന്ത്യയിലെ ഒരു മുസ്ലിം ഈ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ഇന്ത്യയിലെ പൗരന്മാരായിരിക്കേണ്ടവർ, ഈ തുല്യ അവകാശമുള്ള ഒരു ജനതയുടെ റെപ്രസെൻറ്റേഷൻ ഇവിടെ വേണം. കാരണം അവിടെ അടികൊണ്ട് രാജേന്ദ്ര പ്രസാദിന് അത് സമ്മതിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ്. പക്ഷേ ഡോക്ടർ BR അംബേദ്കർ അത് പറഞ്ഞപ്പോൾ സദസ്സ് നിശബ്ദമായി. അംബേദ്കറിൻ്റെ വാക്കുകൾ അത്ര ഊർജ്ജസ്വലമായിരുന്നു. എന്ന് പറഞ്ഞാൽ കൊടുത്തും കൊണ്ടും ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്ത് എല്ലാ മനുഷ്യർക്കും തുല്യമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ ലക്ഷ്യം മുസ്ലിങ്ങളെ ശത്രുക്കളായി നിർത്തിക്കൊണ്ട്, ദലിതരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ രണ്ട് സമൂഹത്തെയും തകർക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ്. മണിപ്പൂരിൽ നിങ്ങൾ കാണണം, മണിപ്പൂരിലെ കൊക്കികളെ കൊന്നൊടുക്കുന്നത് അവർ ക്രിസ്ത്യാനികളായതുകൊണ്ടാണ്. അവരുടെ ഭൂമി, വനഭൂമിയും അവിടെ മലപ്രദേശങ്ങൾ മുഴുവൻ ഐരുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അമിത്ഷായുടെ അദാനി ഉൾപ്പെടെയുള്ളവർക്ക് ആ ഭൂമി പിടിക്കണം, ആ മനുഷ്യരെ കൊന്നൊടുക്കണം. അത് തന്നെയല്ലേ മുനമ്പത്ത് മണിപ്പൂരിൻ്റെ ഒരു മാർഗമാണ്. മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട്, കാസയെ പോലുള്ള സംഘപരിവാറുകാരനെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ഭൂമി പിടിച്ചെടുക്കാനും ഇവിടെ ഒരു വർഗീയ കലാപം ഉയർത്താനുമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശമുള്ളത് ഹിന്ദു മതസ്ഥാപനങ്ങൾക്കാണ്. ആന്ധ്രയിൽ 700 ലക്ഷം ഹെക്ടർ ഭൂമിയാണ് ക്ഷേത്രങ്ങൾക്കുള്ളത്. തമിഴ്നാട്ടിൽ 14.29 ഹെക്ടർ ഭൂമി ഹിന്ദു ക്ഷേത്രങ്ങൾക്കുണ്ട്. ഇന്ത്യൻ സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന ഭൂമി, അതിൻ്റെ 2ാം സ്ഥാനം കൈവശമുള്ള ഭൂമി കേരളത്തിലെ കത്തോലിക്കനാണ്. 17.25 ഹെക്ടർ ഭൂമി കത്തോലിക്കന്. ബാക്കി വരുന്ന ക്രിസ്ത്യാനികളുടെ കയ്യിലെ ഭൂമി എവിടെ? ഈ ഭൂമി അവർക്കല്ലേ? കേരളത്തിലെ ശബരിമലയ്ക്ക് സർക്കാരിൻ്റെ ഭൂമി മുഴുവൻ കൊണ്ടുപോവുകയാണ്. വഖഫ് ഭൂമി അങ്ങനെ കൊണ്ടുപോകുന്നില്ലല്ലോ. വഖഫ് മുസ്ലിമായിട്ടൊരാൾ ആ സഭയ്ക്ക് കൊടുക്കുന്ന വഖഫ് ചെയ്യുന്ന ഭൂമിയാണ്, സർക്കാരിൻ്റെ ഭൂമിയല്ല. അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സർക്കാരിൻ്റെ ഇന്ത്യൻ ഭരണഘടനയെ അവകാശങ്ങൾ ഇല്ലാത്തവരാണെന്ന് സ്ഥാപിക്കേണ്ടത് ഇസ്ലാം സംഘപരിവാറിൻ്റെ ലക്ഷ്യമാണ്. ആ സംഘപരിവാറിൻ്റെ ഭാഗമാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ. കാരണം ഞാൻ ഇപ്പോൾ ഹരിഹരൻ സഖാബ് പറഞ്ഞപ്പോഴാണ്, ഞാൻ ജാർഖണ്ഡിലുമൊക്കെ പോയിട്ടുണ്ട്. അവിടെ സവർണ ക്രിസ്ത്യാനികളുടെ ഒരു ക്യാമ്പിൽ 10 ദിവസത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇവർ മതം മാറ്റിയ ആദിവാസികളായിരുന്നു അതിന് ചുറ്റുവട്ടവും ഉണ്ടായിരുന്നത്. അവിടെ ഒരു ദിവസം ഇറച്ചി ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. പശുവിനെ കൊണ്ടുവന്ന് അറുത്ത് ഇറച്ചി വയ്ക്കുമ്പോൾ അത് അറുത്തത് അവിടുത്തെ
ഇവിടെയുള്ള ഈ ക്രിസ്തുമതത്തിൻ്റെ വലിയ നീതിബോധം കർത്താവിൻ്റെ പറയുന്ന ആളുകൾ ഞങ്ങൾക്ക് ഭക്ഷിക്കണ്ടേ ഇവർക്ക് ഭക്ഷണം കൊടുത്താൽ. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 1-2 സുഹൃത്തുക്കളും അട്ടപ്പാടിയിലെ ആദിവാസികളായ 2 ചെറുപ്പക്കാരും കൂടെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വിപ്ലവം നിങ്ങൾ ഈ മനുഷ്യരോട് കാണിക്കാൻ പറ്റില്ല, അവർക്ക് ആഹാരം കൊടുത്തിട്ട് മതി, നീയൊക്കെ ഒരു ദിവസം പട്ടിണി കിടന്നാൽ മതി. ഇവരുടെ പേരിൽ NGO ഫണ്ടുകൾ വിദേശത്ത് നിന്ന് വാങ്ങുന്ന ഈ ക്രിസ്ത്യൻ സഭക്കാരനാണ് പറയുന്നത്. ആ സഭക്കാരൻ എങ്ങനെയാണ് മുനമ്പത്തെ ഭൂമി കയ്യേറാനുള്ള അവകാശം? ഇടുക്കിയിലെ ഭൂമി മുഴുവൻ കത്തോലിക്കനാണ് കയ്യേറിയത്. ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്ന സമയത്ത് ഒരു പുരോഹിതൻ പറഞ്ഞത് അവിടുത്തെ പാവപ്പെട്ടവൻ്റെ ഈഴവൻ്റെയും ദലിതൻ്റെയും ഭൂമി ഞങ്ങൾ കത്തിച്ച് കളയുമെന്ന്. അയാൾക്ക് ഞാൻ കോട്ടയത്ത് വലിയൊരു സമ്മേളനത്തിൽ മറുപടി കൊടുത്തു. അയാളെ സർക്കാർ ആരും അറസ്റ്റ് ചെയ്തില്ലല്ലോ. ഇടുക്കിയിലെ മുഴുവൻ ഭൂമികളും റോമിലെ പേരുകളാണ് ഇടുക്കിയിലെ സ്ഥലങ്ങൾക്കുള്ളത്. അവിടുത്തെ സ്ഥലപ്പേരുകൾ മുഴുവൻ മാറ്റി ഈ ഭൂമി മുഴുവൻ ക്രിസ്ത്യാനികളുടെ കയ്യിലാണ്. ഇവിടെ ദേവസ്വം ബോർഡുണ്ട്, വഖഫുണ്ട്. ക്രിസ്ത്യാനികൾക്ക് എന്താണ് ഒരു ബോർഡില്ലാത്തത്? അത് വേണ്ടേ? ഈ ഭൂമി മുഴുവൻ വത്തിക്കൻ പോപ്പിൻ്റെ കയ്യിലാണ്. പോപ്പിനാണ് ഈ ഭൂമി. എങ്ങനെയാണ് ഇന്ത്യയിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ഭൂമി പോപ്പിന് പോകുന്നത്? ഇത് ചോദിക്കണ്ടേ ഇവിടെ? മാത്രമല്ല മുനമ്പത്ത് സാധാരണക്കാർക്ക് ഭൂമി കൊടുക്കണം. ശ്രീ പ്രേംബാബു പറഞ്ഞ പോലെ അതൊരു മനുഷ്യത്വമാണ്. വഖഫിനെ നിയന്ത്രിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ്. ഒത്തിരി മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് നടപ്പുണ്ട്. പക്ഷെ അവരറിയാൻ പോകുന്നത് വരാൻ പോകുന്ന വിപത്തുകൾക്കൊപ്പം കേരളത്തിൽ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ശരീഅത്തിൻ്റെ പ്രശ്നം നിങ്ങൾ 1985-86 ശരീഅത്ത് വിഷയം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് മതങ്ങളെ വിമർശിക്കാത്ത ശങ്കരൻ നമ്പൂതിരിപ്പാട് വിമർശിച്ച ഒരേ ഒരു മതം ഇസ്ലാം മതമാണ്. ഞാൻ മതവിശ്വാസിയൊന്നുമില്ല, ഒരു മതത്തിലും വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷേ എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങൾ ജനങ്ങൾക്കുണ്ടാവാം. ആ വിശ്വാസങ്ങളും അവരെയും സംരക്ഷിക്കേണ്ടത് ഒരു രാഷ്ട്രത്തിൻ്റെ ചുമതലയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മുൻപത്തെ ഈ വിഷയം പരിഹരിക്കാതെ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറിന് അനുകൂലമായി, സംഘപരിവാറിന് കേരളത്തിൽ മുഴുവൻ അലറി വിളിച്ച് വഖഫ് ഭൂമി മുഴുവൻ കേരളമായി മാറും എന്ന് പറഞ്ഞ് വർഗീയത വളർത്താൻ ഇടം കൊടുത്തത് ഈ സർക്കാരാണ്. അതുകൊണ്ട് ഈ വഖഫ് ബോർഡിൽ ഇരിക്കുന്നവന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭൂമി, പാവപ്പെട്ടവൻ്റെ ഭൂമി, അവിടെ ദലിതനും മുക്കുവനും ഈഴവനും ഉൾപ്പെടെ പാവപ്പെട്ടവുണ്ട്, അവർക്ക് കൊടുത്തേക്കണം. അതും വഖഫിൻ്റെ അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ ഒരു എത്തിക്സിൻ്റെ ഭാഗമാണ്. അത് വഖഫുകാർ ഏറ്റെടുത്ത് ആ ഭൂമി കൊടുത്താൽ RSSനെയും കാസയെയും മറികടക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണേണ്ടത്. അതുതന്നെയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം കേരളത്തിൽ ഹിന്ദുത്വം ഏറ്റവും പ്രബലമായ ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും രൂഢമൂലമായ ജാതി വ്യവസ്ഥയും നമ്മളൊരു വംശീയത മാത്രമല്ല, മുസ്ലിങ്ങളെ മാത്രമല്ല ഇവർ കയ്യേറുന്നത്, മുസ്ലിമായ ദലിതരെ മുഴുവൻ. ഇപ്പം KG ബാലകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നായിരുന്നു, നിങ്ങൾ അറിഞ്ഞു കാണും. സംവരണം പരിവർത്തന ക്രൈസ്തവർക്കോ പരിവർത്തനത്തിലേക്ക് ഇഷ്ടപ്പെട്ടവർക്കോ കൊടുക്കണോ വേണോ? അയാൾ വന്ന് പറഞ്ഞത് എന്താണെന്നറിയാം? എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പോയിരുന്നു, നിങ്ങൾ ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു പോകണം എന്നാണ്. എത്രത്തോളം രൂഢമൂലമാണ് ഹിന്ദുത്വം നമ്മളെ വരിഞ്ഞു മുറുക്കുന്നത്. മുമ്പ് സഖാവ് ഹരിഹരൻ പറഞ്ഞതുപോലെ ഭീഷണിപ്പെടുത്തിയാണ്. ഈ ഭീഷണിയെ മറികടക്കാൻ ജനാധിപത്യ ഭരണഘടനയ്ക്ക് കരുത്തുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം. മുസ്ലിങ്ങളും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ജനാധിപത്യമായി പൗരന്മാരായി മാറേണ്ടതുണ്ട്. ഈ മുനമ്പം വിഷയത്തിൽ നിങ്ങൾ മുമ്പിൽ നിന്ന് പൊരുതണം. ജനാധിപത്യവാദികളായ മനുഷ്യർ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഈ മുനമ്പം വിഷയത്തെ വർഗീയവൽക്കരിക്കുന്നത്, മുനമ്പം വിഷയം വഖഫ് സർക്കാരിൻ്റെ നിയമത്തിൻ്റെ ഭാഗത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ പൗരന്മാരാണ്. സർവക്കർ എന്താ പറഞ്ഞെന്നറിയാമോ അയാളുടെ പുസ്തകത്തിൽ? ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിങ്ങൾക്കുൾപ്പെടെ അവകാശങ്ങൾ കൊടുക്കാം എന്ന്. അതിന് ഡോക്ടർ BR അംബേദ്കർ ഒരു ഉദാഹരണം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ വേളയിൽ പറഞ്ഞു. അയർലൻഡിൽ ഇതുപോലെ അടിമകളാക്കപ്പെട്ട മനുഷ്യരോട് അയർലൻഡിൽ അധികാരത്തിൽ വരുന്നവർ പറയാണ്, നമ്മൾക്കൊരുമിച്ച് നിന്ന് ഭരണഘടന ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഞങ്ങൾ അവകാശങ്ങൾ തരാമെന്ന്. അപ്പോൾ അവർ പറഞ്ഞത്, മലയാളത്തിൽ ഞാൻ പറയാം, നിൻ്റെയൊന്നും അപ്പന്മാരുണ്ടാക്കിയത് അവകാശമല്ല ഞങ്ങൾക്ക് വേണ്ടത്, അയർലൻഡിൽ പൗരന്മാരാണ് ഞങ്ങൾ എന്ന രീതിയിലുള്ള അവകാശം, തുല്യ അവകാശം വേണമെന്നാണ്. ഇന്ത്യൻ ഭരണഘടന പാകിസ്ഥാൻ ഉണ്ടാകുന്ന സമയത്ത് ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകുന്നവർ പോകട്ടെ, പക്ഷേ ബാക്കിയുള്ളവർക്ക് തുല്യ അവകാശമായി. ഹിന്ദു എന്ന് പറയുന്നവൻ്റെ ഔദാര്യമല്ല കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ ആളാണ് ഡോക്ടർ BR അംബേദ്കർ. ആ അംബേദ്കറെ ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ ദലിതരെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കാൻ ഈ മുനമ്പം വിഷയത്തിൽ സംഘപരിവാറും കാസക്കാരനും ഇറങ്ങിയിരിക്കുന്നത്. ഹരിഹരൻ പറഞ്ഞ പോലെ ഞങ്ങൾ ബ്രാഹ്മണരുടെ മക്കളാണ് ഈ ക്രിസ്ത്യാനികൾ പറയുന്നത്. പുലയൻ്റെ മക്കളാണ് ഇവരൊക്കെ. 8-ാം നൂറ്റാണ്ടിലാണ് കേരളത്തിൽ ജാതി ഉണ്ടാവുന്നത്.
അതുവരെ ജാതിയില്ലായിരുന്നു. എട്ടാം നൂറ്റാണ്ടിലാണ് ബ്രാഹ്മണൻ കേരളത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്. AD 54 1-ാം നൂറ്റാണ്ടിൽ 54-ാം ആണ്ട് തോമാസ് ലീഗ വന്നു. വരാത്ത തോമാസ് ലീഗ, ഇല്ലാത്ത മുസ്ലിമിൽ നിന്ന് ഞങ്ങൾ ക്രിസ്ത്യാനിയായെന്ന് പറയുന്ന ആഢ്യത്യം, ജാതീയത, വർഗീയത, ഇത് കാസയ്ക്ക് പണ്ടേ ഉണ്ട്, ഈ ക്രിസ്ത്യാനികൾക്ക് പണ്ടേ ഉണ്ട്. അത് മുസ്ലിമും മനസ്സിലാക്കണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപത്ത് ഹിന്ദുത്വം എന്ന് പറയുന്നത് ജാതീയതയാണ്, വർഗീയത കുറവാണ്. ഇനിയും ഈ മുനമ്പം വിഷയത്തിൽ മുസ്ലിങ്ങളായ സമ്പന്നരുണ്ട്. അവർ അവരുടെ പക്ഷത്തല്ലേ നിൽക്കുന്നത്? സമ്പന്നരായ മുസ്ലിങ്ങൾ, വഖഫിൻ്റെയോടൊപ്പം നിൽക്കുന്ന മുസ്ലിം സംഘടനകൾ, അവർ സമ്പത്തിൽ ഇവർക്ക് പ്രശ്നമില്ല. മുതലാളിത്തത്തിനകത്ത് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, മുതലാളിത്തം തമ്മിൽ സംഘർഷമാണെന്ന് പറയുമ്പോഴും അവർ തമ്മിൽ സംഘർഷപ്പെടുമ്പോഴും ഒരേ ചിന്തയാണ്. കേരളത്തിലെ സമ്പന്നരായ മുസ്ലിങ്ങൾ, അധികാരത്തിലിരിക്കുന്ന മുസ്ലിങ്ങൾ ഈ മുനമ്പം വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഒരു തീരുമാനം എടുക്കാത്തത്? ഞങ്ങൾക്ക് പ്രശ്നമില്ല, പരിഹരിച്ചോളൂ എന്ന് പറഞ്ഞ് കൈയൊഴുകിയല്ല വേണ്ടത്. ഇത് വക്കഭൂമിയാണെന്ന് പ്രഖ്യാപിക്കണം. കാരണം വക്കഭൂമിയാണെന്ന് പ്രഖ്യാപിക്കുമ്പോഴാണ് നിങ്ങൾ ഇന്ത്യൻ പൗരന്മാരാകുന്നത്. ഇന്ത്യൻ പൗരന്മാരുടെ അവകാശമാണ് ഞങ്ങളുടേത്. പക്ഷേ ഞങ്ങളത് കൊടുക്കാം, മനുഷ്യത്വപരമായ നീതിപരമായ അവകാശമെന്ന മുതൽ കൊടുക്കാം. പക്ഷേ പള്ളിക്കകത്ത് ഈ പുരോഹിതന്മാർ സമരം ചെയ്യേണ്ട കാര്യമുണ്ടോ? വഖഫിന്റെ ഭൂമി കൈയടക്കാൻ ഇവർക്ക് എന്താണ് അവകാശം? ഈ കത്തോലിക്കന്മാർക്ക് സ്വന്തം സഭയിലുള്ള ദലിത് ക്രിസ്ത്യാനികളെ മനുഷ്യരായി കാണാത്തവൻ നീതിക്ക് വേണ്ടി അവിടെ കിടന്ന് സംഘപരിവാറിന്റെ കപട നീതിബോധത്തെ പ്രസംഗിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനെയാണ് എതിരിടേണ്ടത്. ഇവിടെ ഭൂമിയില്ലാത്ത 50,000 കോളനികളുണ്ട് കേരളത്തിൽ. കേരളത്തിൽ ഈ സർക്കാർ എന്തുകൊണ്ടാണ് ഭൂപരിഷ്കരണം കൊണ്ടുവന്ന് കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും കൂടി ഭൂപരിഷ്കരണം കൊണ്ടുവന്ന് അവിടെ ഭൂമി കൈവശം ഇരുന്നവൻ്റെ കയ്യിലേക്ക് തന്നെ കൊടുക്കുന്ന ഭൂപരിഷ്കരണ നിയമം ഉണ്ടാക്കി. അതിൽ പട്ടികജാതിക്കാരനും ഭൂമി ഇല്ലാത്തവനും കൊടുക്കുന്ന ഒരു വകുപ്പുണ്ട്, 94-ാം വകുപ്പ്. ആ 94-ാം വകുപ്പിൽ ഇവർ വലിയൊരു അട്ടിമറി നടത്തി. എന്താണ്? പള്ളിക്കാരൻ ഭൂമി ചോദിച്ചാൽ കൊടുത്തേക്കണം, പള്ളിക്കാരൻ ചോദിച്ചു കഴിഞ്ഞ് ദലിതന് കൊടുക്കാവൂ, ഭൂമി ഇല്ലാത്തവന് കൊടുക്കാവൂ. അതുപോലെ ട്രസ്റ്റുകൾ, അമ്പലങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ കേരള ഭൂപരിഷ്കരണ നിയമം 132 വകുപ്പും അതിലധികം ഉപവകുപ്പുള്ള ഭൂപരിഷ്കരണ നിയമം ഒന്ന് പരിശോധിക്കണം. ആ വകുപ്പ് വെച്ചിട്ടാണ് ഇവനൊക്കെ അഹങ്കാരം കാണിക്കുന്നത്. കൊടുക്കുകയാണ് ഭൂമി, NSSനും ഒക്കെ ഭൂമി കൊടുക്കുകയാണ്. കേരളത്തിലെ ഇപ്പം കേരള മന്ത്രിസഭയിൽ 11 നായന്മാരാവുള്ളൂ. ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രാതിനിധ്യ ജനാധിപത്യ പ്രകാരം കൊടുക്കേണ്ടത് എത്രയാണ്? 15% കേരളത്തിലുള്ളൂ. ബ്രാഹ്മണനും നായരും വാരിശരും ഉൾപ്പെടെയുള്ള 15% ഉള്ളൂ. ബാക്കി 85% വരുന്ന ആളുകളുടെ ഒരു മന്ത്രിസഭയിൽ ഇപ്പോൾ തമ്പാൻ തോമസ് സാർ പറഞ്ഞാൽ 4 ലക്ഷമൊന്നും ഒരു മണ്ഡലത്തില്ല. മാവേലിക്കര മണ്ഡലത്തിൽ 4 ലക്ഷമൊന്നുമില്ല. അവിടുത്തെ ഭൂരിപക്ഷം ദലിതരും ഈഴവരുടെയും വോട്ടുകളാണ്. ഏറ്റവും ഭൂരിപക്ഷമുള്ളത് ഈഴവർക്കും ദലിതർക്കുമാണ്. മാവേലിക്കര മണ്ഡലക്കാരനാണ് ഞാൻ, നേരത്തെ മാവേലിക്കര മണ്ഡലക്കാരനാണ് ഞാൻ. ഇദ്ദേഹം പറഞ്ഞത് കള്ളമാണ്. നായന്മാർക്ക് 4 ലക്ഷമുണ്ടെന്ന്. ഒരിടത്തും നായന്മാർക്ക് 4 ലക്ഷമില്ല. ചങ്ങനാശ്ശേരിയിൽ NSSന്റെ ചുറ്റുവട്ടത്തില്ല നായന്മാർക്ക് 4 ലക്ഷം വോട്ട് ഒരു മണ്ഡലത്തിൽ. അങ്ങനെയില്ല. അപ്പം ആ നായന്മാർ 11 മന്ത്രിമാരെ 20 പേരുള്ളിടത്ത് ഒന്നൂർക്ക് എത്ര ജനാധിപത്യം, എത്ര സവർണവൽക്കരിക്കപ്പെട്ട ഭരണകൂടമാണ്, ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട ഭരണ സംവിധാനമാണ്. കോൺഗ്രസിനകത്ത് സതീശൻ എന്താ പറയാത്തത്? നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ ജനാധിപത്യം സ്ഥാപിതമാക്കാൻ ജാതി സെൻസസ് വേണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടും സതീശനും VD സതീശൻ ചെന്നിത്തലയും ഒന്നും മിണ്ടുന്നില്ല. കാരണം ഹിന്ദുത്വവാദികളാണ്. NSSന്റെ പ്രധാനപ്പെട്ട നയം 1914 മന്നത്ത് പത്മനാഭൻ പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. NSS ലാലാ ലജ്പതിരായുടെയും ഒക്കെ നേതൃത്വത്തിലുണ്ടായ ഹിന്ദു മഹാസഭയുടെ ലക്ഷ്യങ്ങളാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹിന്ദു മഹാസഭയാണ് സംഘപരിവാർ. ഈ ഹിന്ദുത്വവാദികൾ എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട്. നിങ്ങൾ പറയുന്നത് ഇത് ദലിതരും ഈഴവരും ഒന്നും ഹിന്ദുക്കളല്ല. അവരെ ഹിന്ദുക്കളാക്കുന്നത് മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഹിന്ദുക്കളാക്കി അധികാരത്തിൽ വോട്ട് ഒരു പ്രധാനപ്പെട്ട വരുമ്പോൾ വോട്ടെണ്ണൽ ഇന്ത്യയിൽ ഇപ്പോഴും 15% ഉള്ളൂ. ടോട്ടൽ എടുത്ത ജനസംഖ്യയിൽ പോലും സവർണർ 15% ഉള്ളൂ. ബാക്കിയുള്ളവരെ ഹിന്ദുക്കളാക്കുന്ന പരിപാടി ഗാന്ധി വട്ടമേശ സമ്മേളനത്തിൽ ചെയ്തു. ഇന്ത്യയിലെ മുഴുവൻ പിന്നോക്കക്കാരനും ദലിതരും ഒക്കെ ഹിന്ദുക്കളാണ്. ഒരു പള്ളിയിലും പോകാതെ ഒരു മുങ്ങലും കൂടാതെ മതപരിവർത്തനം നടത്തിയ ഒരു ചടങ്ങായിരുന്നു വട്ടമേശ സമ്മേളനം 1931 ഗാന്ധി ചെയ്തത്. ഇത് ഹിന്ദുത്വം ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഹിന്ദുത്വത്തിനകത്ത് നിന്നുകൊണ്ട് വർത്തമാനം പറയും. ഇപ്പോൾ പറഞ്ഞു രാമായണം കത്തിക്കണമെന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞു ഹിന്ദുക്കൾ അങ്ങനെ ഇല്ല. ഇന്ത്യയിലെ ദലിതനെയും പിന്നോക്കക്കാരനെയും ഹിന്ദുക്കളായി കാണുന്നത് വളരെ കുഴപ്പം പിടിച്ച പ്രശ്നമാണ്. കാരണം അത് ഹിന്ദുക്കളെ പിന്നോക്കക്കാരനെയും ദലിതനെയും ഒക്കെ കൂടെ കൂട്ടി ഗുജറാത്തിലെ പോലെ കൊലപാതകം നടത്തി, മണിപ്പൂരിലെ പോലെ സവർണനെ കൂട്ടുപിടിച്ച് ആദിവാസികളെ കൊന്ന് മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഈ അജണ്ട സംഘപരിവാറിൻ്റെ അജണ്ടയാണ്.
അതുകൊണ്ട് മുനമ്പം വിഷയത്തെ പെട്ടെന്ന് പരിഹരിക്കുക എന്ന് പറയുന്നത് എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് അവിടെ താമസിക്കുന്ന പാവപ്പെട്ടവർക്ക്. പക്ഷേ അവിടെ റിസോർട്ട് കമ്പനിയുണ്ട്, അവിടുത്തെ ഭൂമി ഈ പള്ളിക്കാർ സർക്കാരിൻ്റെ ഭൂമിയുണ്ട്, അതെല്ലാം കയ്യേറിയവന്മാരിൽ നിന്ന് നിലവിളിക്കുന്നത് ഇവർക്ക് ഭൂമിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. കേരളത്തിലെ ദളിത് ക്രൈസ്തവരുടെ മുഴുവൻ അവകാശങ്ങളും വാങ്ങുന്നത് സവർണ ക്രൈസ്തവരെ. കേരളത്തിലെ ക്രൈസ്തവരെ 22% ഉള്ളിടത്ത് സവർണ ക്രൈസ്തവൻ 6% ഉള്ളൂ. കണക്ക് തെറ്റാൻ 22-ൽ 6% വരികയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു കാലത്ത് അങ്ങനെയുള്ള ഒരു സഭയാണ് അവിടെ കിടന്ന് ഈ അലമുറയിടുന്നത്. യഥാർത്ഥത്തിൽ BJP ഈ സഭയുടെ എല്ലാ ഫണ്ടുകളും നിർത്തിവെച്ചിരിക്കുക. അത് തിരിച്ചു കിട്ടാൻ വേണ്ടി അവർ നടത്തുന്ന ഹിന്ദുത്വവൽക്കരണം അത് ആപത്കരമാണ്. പക്ഷേ കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്ര പശ്ചാത്തലത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ, ഇവിടുത്തെ നായന്മാരുമൊക്കെ ജനാധിപത്യത്തെയും ജനാധിപത്യ ഭരണ സംവിധാനത്തെയും അംഗീകരിക്കാത്തവരാണ് എന്ന് തുറന്നു പറയാതിരിക്കാനാവില്ല. തീർച്ചയായിട്ടും അതിനെതിരെ പൊരുതുന്ന ഒരാൾ കൂടിയാണ് നിരന്തരമായി ജനാധിപത്യത്തിന് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടി, സമത്വത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടനയുടെ മഹത്തായ ആ മൂല്യബോധത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ പൗരന്മാരായി മാറിയാൽ നമ്മുടെ വിശ്വാസത്തിന് അപ്പുറം നമ്മൾ പൗരന്മാർ കൂടിയാണ്. നിങ്ങൾ മുസ്ലിം മാത്രമല്ല, നിങ്ങൾ ഇന്ത്യൻ പൗരന്മാർ കൂടിയാകുമ്പോഴാണ് ഇന്ത്യയിലെ പൗരന്മാരായി മാറുന്ന ഒരു ശക്തി ഇന്ത്യൻ ഭരണഘടനയുടെ കരുത്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ഇപ്പോഴും കരുത്താർജിക്കാൻ കഴിയുന്നത്. അതോടൊപ്പം നിങ്ങളുടെ ആന്തരികമായ ആത്മീയ ശക്തി കൊണ്ടാണ്, ഐക്യപ്പെടാനുള്ള, നീതിക്ക് വേണ്ടി പോരാടാനുള്ള ഒരു ആത്മീയ ശക്തി കൊണ്ടുകൂടിയാണ് നിങ്ങൾ കരുത്താർജിക്കുന്നത്. പക്ഷേ എന്തിനും മുകളിൽ ഇന്ന് ഇന്ത്യയിൽ നമുക്ക് നിലനിൽക്കാൻ ഇന്ത്യൻ ഭരണഘടനയുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന പൗരാവകാശങ്ങൾക്കകത്ത് വരുന്നു മുനമ്പവും വഖഫ് ബോർഡും എന്ന് ഇവിടുത്തെ മുസ്ലിങ്ങൾ തിരിച്ചറിയുകയും ഇവിടുത്തെ ഇടതു വലത് രാഷ്ട്രീയക്കാരൻ്റെ കൂടെ പോകാതെ കേരളത്തിലെ മുസ്ലിങ്ങൾ മുനമ്പത്തേക്ക് സഞ്ചരിച്ചാൽ അവിടെ സംഘപരിവാറിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ഒരു സന്ദർഭത്തിൽ വേദി തന്നതിനും അത്തരം വാക്കുകൾ പറയാൻ അവസരം തന്നതിനും നിങ്ങൾ എന്നെ ക്ഷണിച്ചവരോടും നിങ്ങളെവരോടും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.